ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതർ രാജിവെച്ചത് നിഷ്പക്ഷമായ അന്വേഷണത്തിന് ആവശ്യമാണെന്ന് നടൻ ടൊവിനോ തോമസ്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ആരായാലും ശിക്ഷ അനുഭവിക്കണം. പോലീസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. പോലീസ് വിളിച്ചാൽ മൊഴി കൊടുക്കാൻ തയ്യാറാണ് എന്നും ടൊവിനോ തോമസ് പറഞ്ഞു. കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ രാജിവെക്കുന്നത് തീർച്ചയായിട്ടും, അവർ മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആവശ്യമാണ്. അതെന്തായാലും വേണം. കുറ്റം തെളിയിക്കപ്പെട്ടാൽ അതാരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം. അത് നിയമമാണ്. തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. അത്രേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ നമുക്ക് തൽക്കാലം നിയമത്തിലും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുകയാണ്. അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ്. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത്. ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും, എല്ലാ ജോലി സ്ഥലത്തും, സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. അശ്വിൻ ദിയാഗോ ഉണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ രണ്ട് രാജികളെയും അത് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം കൂടിയാണ് ടൊവിനോ നടത്തിയത്. എന്താണ് ടൊവിനോയുടെ പ്രതികരണത്തിന്റെ പൂർണ്ണ രൂപം? ഈ ഒരു സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന്മേലുള്ള ആരോപണങ്ങൾ, തുടർന്നുണ്ടായ രണ്ട് രാജി, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ടൊവിനോ തോമസ്, പ്രമുഖ നടൻ കൂടിയായ ടൊവിനോ തോമസ് ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറയുന്നുണ്ടെങ്കിലും പൊതുവായ ഒരു പൊതുവൽക്കരണം, അതായത് എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ചൂഷണം ചെയ്യൽ നടക്കുന്നുണ്ട്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണം. ആ ഒരു തരത്തിൽ തന്നെ ഇത് കാണണം എന്നുള്ളതാണ് ടൊവിനോ തോമസ് ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം. മറ്റൊന്ന്, ഈ കുറ്റാരോപിതർ രാജിവെച്ചത് നിഷ്പക്ഷമായ അന്വേഷണത്തിന് ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ആരായാലും ശിക്ഷ അനുഭവിക്കണം. പോലീസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. പോലീസ് വിളിപ്പിച്ചാൽ മൊഴി കൊടുക്കാൻ എത്തുമെന്നും ടൊവിനോ തോമസ് പറയുന്നു. മറ്റൊന്ന്, സിനിമാ മേഖലയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവൽക്കരണം, സിനിമാ മേഖലയിൽ മാത്രമല്ല ജോലി സ്ഥലത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും ടൊവിനോ തോമസ് പറയുന്നു. മലയാള സിനിമ മേഖലയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുന്നതും ഈ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും. അതിനർത്ഥം മറ്റ് മേഖലകളിൽ, അതായത് മറ്റ് ഇൻഡസ്ട്രികളിൽ ഇത്തരത്തിലുള്ള ചൂഷണം ചെയ്യൽ നടക്കുന്നില്ല എന്നുള്ളതല്ല എന്നും മലയാള സിനിമയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നീതി നടപ്പാക്കുമെന്ന് വിശ്വസിക്കുന്നു. നിയമം അതുതന്നെ നടപ്പാക്കണം. പൊതുവിചാരണയല്ല, മാധ്യമ വിചാരണയല്ല വേണ്ടത്. നിയമ സംവിധാനങ്ങളുണ്ട്. അതിൽ തെറ്റു ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. തെറ്റ് ചെയ്തില്ലെങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും ടൊവിനോ പറഞ്ഞു വെക്കുന്നു. സ്മൃതി.